ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലാന്റ് പാത്തോളജിയാണ്. പ്ലാന്റ് പാത്തോളജി വളരെ ഒരു ചെറിയൊരു ടോപ്പിക്കാണ്, പക്ഷേ ഒരുപാട് ടേംസും ചോദിക്കാൻ സാധ്യതയുമുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പ്ലാന്റ് പാത്തോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ദി സ്റ്റഡി ഓഫ് പ്ലാന്റ് ഡിസീസ്. പ്ലാന്റിനെ അഫക്റ്റ് ചെയ്യുന്ന അസുഖങ്ങളെക്കുറിച്ചുള്ള പഠനത്തെയാണ് പ്ലാന്റ് പാത്തോളജി എന്ന് പറയുന്നത്. ഈ അസുഖങ്ങൾക്ക് കാരണമായി തീരുന്ന ഏജൻസിനെ പാത്തോജൻസ് എന്ന് പറയുന്നു. പാത്തോജൻസ് പലതരത്തിൽ കാണപ്പെടുന്നുണ്ട്. അനിമേറ്റഡ് പാത്തോജൻസ്, ഇൻഅനിമേറ്റഡ് പാത്തോജൻസ് ആൻഡ് വൈറൽ പാത്തോജൻസ്. അനിമേറ്റഡ് പാത്തോജൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീവിങ് ഏജൻസ് ആണ്. അവയ്ക്ക് ജീവനുണ്ട്. അവയാണ് പിന്നീട് പ്ലാന്റ് ഡിസീസിന് കാരണമായി തീരുന്നത്. അവയ്ക്ക് എക്സാമ്പിളായിട്ട് വരുന്നതാണ് ഫഞ്ചൈ, ആൽഗെ, ഇൻസെക്ട്സ്, നെമാറ്റോഡ്സ് എക്സെട്ര. രണ്ടാണ് ഇനാനിമേറ്റ് പാത്തോജൻസ്. ഇനാനിമേറ്റ് പാത്തോജൻസ് നോൺ ലീവിങ് ആയിട്ടുള്ള ഏജൻസിൻ്റെ അഫക്റ്റ് മൂലം ഉണ്ടാവുന്ന അവയെയാണ് നമ്മൾ ഇനാനിമേറ്റ് പാത്തോജൻസ് എന്ന് പറയുന്നത്. അതായത് ഒന്ന് മാൽന്യൂട്രീഷൻ, പിന്നെ ലൈറ്റ്, മോയ്സ്ചർ, എയറേഷൻ, സോയിലിൻ്റെ കണ്ടീഷൻ, ഇവയൊക്കെ ഒരു പ്ലാന്റിനെ അഫക്റ്റ് ചെയ്യും. അതുമൂലം ഉണ്ടാകുന്ന ഡിസീസുകളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത്തരം നോൺ ലിവിങ് ആയിട്ടുള്ള ഏജൻസിനെ എല്ലാത്തിനും കൂടി ചേർത്തിട്ടാണ് ഇനാനിമേറ്റ് പാത്തോജൻസ് എന്ന് പറയുന്നത്. വൈറൽ പാത്തോജൻസ് എന്ന് പറയുന്നത് ആനിമേറ്റ് പാത്തോജൻസ് എന്നും ഇനാനിമേറ്റ് പാത്തോജൻസ് എന്ന രണ്ട് ഗ്രൂപ്പിലും ഉൾപ്പെടാത്ത ബാക്കി എല്ലാ ഏജൻസിനെയും കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് വൈറൽ പാത്തോജൻസ് എന്ന് പറയുന്നത്. ഇനി ഈ പ്ലാന്റ്സിൽ കാണുന്ന ഡിസീസ് തന്നെ പലതരത്തിലുണ്ട്. അപ്പോൾ നമുക്ക് പ്ലാന്റ് ഡിസീസ് പ്രധാനമായിട്ടും 3 തരത്തിൽ ഡിവൈഡ് ചെയ്യാം. ഒന്ന് എൻഡെമിക് ഡിസീസ്. എൻഡെമിക് ഡിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയുടെ ഏതെങ്കിലും ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ ഒരു രാജ്യത്ത് മാത്രമോ നാച്ചുറലി ഉണ്ടാകുന്ന ഡിസീസിനെയാണ് എൻഡെമിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ. ഒരു പർട്ടിക്കുലർ പ്ലേസിലേക്ക് മാത്രം ഉണ്ടാകുന്ന ഡിസീസാണ് എൻഡെമിക് ഡിസീസ് എന്ന് പറയുന്നത്. ഇനി എപ്പിഡമിക് അല്ലെങ്കിൽ എപ്പിഫൈറ്റോട്ടിക് ഡിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈഡ്ലി സ്പ്രെഡ് ആകുന്ന ഡിസീസാണ്. പ്ലാന്റ്സിൽ തന്നെ വൈഡ്ലി സ്പ്രെഡ് ആകുന്ന ഡിസീസിനെയാണ് എപ്പിഫൈറ്റോട്ടിക് ഡിസീസ് എന്ന് പറയുന്നത്. ഈ എപ്പിഡമിക് എന്ന പോലെ തന്നെ പ്ലാന്റ്സിൻ്റെ കേസിൽ ഉപയോഗിക്കുന്ന ഒരു ടേം തന്നെയാണ് എപ്പിഫൈറ്റോട്ടിക് എന്ന് പറയുന്നത്. അപ്പോൾ വൈഡ്ലി ഒക്കറിങ് ആയിട്ടുള്ള പ്ലാന്റ് ഡിസീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എപ്പിഫൈറ്റോട്ടിക് ഡിസീസ് എന്ന് പറയുന്നു. ഇനി സ്പൊറാഡിക് ഡിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇറഗുലർ ഇൻ്റർവെല്ലായിട്ട് ഐസൊലേറ്റഡ് ലൊക്കാലിറ്റീസിൽ ഉണ്ടാകുന്ന ഡിസീസുകളാണ് സ്പൊറാഡിക് ഡിസീസിൻ്റെ കീഴിൽ വരുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും പ്ലാന്റ് ഡിസീസിനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യുന്നു? 3: എൻഡെമിക് ഡിസീസ്, എപ്പിഫൈറ്റോട്ടിക് ഡിസീസ് ആൻഡ് സ്പൊറാഡിക് ഡിസീസ്. ഇനി പലതരം പാത്തോജൻസുകൾ അസുഖങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ പ്ലാന്റ്സിൽ. അപ്പോൾ അവ കാണിക്കുന്ന സിംറ്റംസും പലതരത്തിലുള്ളവയായിരിക്കും. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഫംഗൽ ഡിസീസുകളിൽ കാണപ്പെടുന്ന കോമൺ സിംറ്റംസാണ്. ഫസ്റ്റ് നമുക്ക് മൈൽഡ്യൂ നോക്കാം. മൈൽഡ്യൂ വൈറ്റ് കളറിൽ അല്ലെങ്കിൽ ഗ്രേ കളറിൽ, ബ്രൗണിഷ്, പർപ്പിൾ ഈ കളറിലേക്കായിട്ട് കാണപ്പെടുന്ന ഒരു ലൈറ്റ്, ഒരു പൊടി പോലെ ഡസ്റ്റി അല്ലെങ്കിൽ പൗഡറി അപ്പിയറൻസിലായിട്ട് കാണപ്പെടുന്ന ഒരു സിംറ്റമാണത്. ഇത് സാധാരണയായിട്ട് ലീഫിലും സ്റ്റെംസിലും ഫ്രൂട്ട്സിലൊക്കെ ആയിട്ടാണ് ഉണ്ടാകുന്നത്. ഇവിടെ ഈ പൗഡറി മിൽഡ്യൂ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നതാണ് അത്തരം സിംറ്റംസിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. അതായത് ഈ ഫംഗസിൻ്റെ സൂപ്പർഫിഷ്യൽ ഗ്രോത്ത് ഉണ്ടാവുന്നത് മൂലമാണ് ഈ ഒരു നേച്ചർ ആ ലീവ്സിന് ഉണ്ടാവുന്നത്. ഈ മൈൽഡ്യൂ തന്നെ 2 തരത്തിലുണ്ട്. ഡൗണി മൈൽഡ്യൂ ഉണ്ട്, പൗഡറി മൈൽഡ്യൂ ഉണ്ട്. നമ്മളിവിടെ പിക്ചറിൽ കാണിച്ചിരുന്നത് പൗഡറി മൈൽഡ്യൂ ആണ്. ഇനി അടുത്ത ഒരു കോമൺ ആയിട്ടുള്ളൊരു സിംറ്റമാണ് റസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ലീഫ് റസ്റ്റും സ്റ്റെം റസ്റ്റും കാണപ്പെടുന്നുണ്ട്. അതായത് ഈ ഫംഗസിൻ്റെ സ്പോർട്സുകൾ ഒരു സ്പെറ്റ്യൂൾസായിട്ട്, അതായത് ഒരു കുമിള പോലെയായിട്ട് ഈ സ്റ്റെമ്മിലോ അല്ലെങ്കിൽ ലീവ്സിലോ ഒക്കെ ആയിട്ട് കാണപ്പെടും. അത് ആണ് ഈ ഒരു റെസ്റ്റായിട്ട് അപ്പിയർ ചെയ്യുന്നത്.
സാധാരണയായിട്ട് റസ്റ്റിൻ്റെ കളർ എന്ന് പറയുന്നത് യെല്ലോ അല്ലെങ്കിൽ ബ്രൗൺ ആണ്. എന്നാലും ബ്ലാക്ക് കളറിലൊക്കെ ആയിട്ടും കാണപ്പെടുന്നുണ്ട്. ഇത് ഒന്നെങ്കിൽ ഡസ്റ്റി പോലെ പൊടി പോലെ കാണപ്പെടും, അല്ലെങ്കിൽ കോമ്പാക്റ്റ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. ഇത് കൂടാതെ തന്നെ റസ്റ്റ് പോലെ തന്നെ മറ്റൊരു കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഫംഗൽ സിംറ്റമാണ് സ്മട്ട്സ് എന്ന് പറയുന്നത്. ഇവിടെ നല്ല കാണുന്നുണ്ട്. ഇതൊരു സൂട്ടി അല്ലെങ്കിൽ ചാർക്കോൾ ലൈക്ക് പൗഡർ ആയിട്ടായിരിക്കും ഈ സ്മട്ട്സുകൾ കാണപ്പെടുന്നത്. ഇത് ഫ്ലോറൽ ഓർഗൻസിനെ ആയിരിക്കും പ്രധാനമായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. സ്റ്റെമ്മിലും ലീഫിലും വരുന്നുണ്ട്, എന്നാലും പ്രധാനമായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് ഫ്ലോറൽ ഓർഗൻസിനെ തന്നെയാണ്. നമ്മളിവിടെ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് ഒരു ഫ്രൂട്ടിനെ അല്ലെങ്കിൽ ഫ്രൂട്ടിനെ അഫക്റ്റ് ചെയ്തതായിട്ട് തന്നെ നമ്മളിതിൽ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ സ്മട്ട് എന്ന് പറയുന്നത് ചാർക്കോൾ ലൈക്ക് പൗഡറാണ്. ഇനി അടുത്തതാണ് സ്ക്ലിറോഷ്യ എന്ന് പറയുന്നത്. സ്ക്ലിറോഷ്യ ഫംഗൽ മൈസീലിയം വളർന്ന് റിജിഡായി ഒരു പർട്ടിക്കുലർ ഷേപ്പ് ഫോം ചെയ്ത് ഒരു പ്ലാന്റിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിലായിട്ട് വളരും. അതാണ് സ്ക്ലിറേഷ്യ എന്ന് പറയുന്നത്. നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് വൈറ്റ് കളേർഡ് ആണ്, എന്നാലും ഡാർക്ക് ബ്രൗൺ കളറിലും പർപ്പിൾ കളറിലും കൂടി ഇത് കാണപ്പെടുന്നുണ്ട്. ഇനി അടുത്താണ് ഫംഗൽ ഡിസീസിൻ്റെ സിംറ്റംസ്. ഫംഗൽ ഡിസീസിൽ സിംറ്റംസ് ആയിട്ട് വരുമ്പോഴേക്കും പ്രധാനമായിട്ടും അത് കാണുന്നത് ഇത് അഫക്റ്റ് ചെയ്തിട്ടുള്ള ഓർഗാൻസിൽ നിന്നും അതിൻ്റെ ആ ഒരു ലിക്വിഡ് യൂസ് ചെയ്യുന്നത് കാണാം. അതാണ് എക്സുഡേഷൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മളൊരു ഫ്രൂട്ടിൽ അതിൻ്റെ ആ ഒരു പൾപ്പ് പോലത്തെ ഒരു ദ്രാവകം പുറത്തേക്ക് വരുന്നതായിട്ട് കാണാം. പിന്നീട് കാണപ്പെടുന്ന മറ്റൊരു സിംറ്റമാണ് ബാക്ടീരിയൽ ബ്ലൈറ്റ് എന്ന് പറയുന്നത്. ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ അത് ഇങ്ങനെ ഉണങ്ങിയതുപോലെയായിട്ട് വരും. ഇത് പാടിയിൽ നെല്ലുകളിൽ വളരെ മോശമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസീസ് തന്നെയാണ് ബാക്ടീരിയൽ ബ്ലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സുകളിൽ അഫക്റ്റ് ചെയ്യുന്നതാണ് ഫയർ ബ്ലൈറ്റ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ബാക്ടീരിയൽ ഡിസീസിൻ്റെ സിംറ്റമാണ്. ഇനി ഇപ്പോൾ നമ്മൾ ഇത്രയും ഈ രണ്ട് സിംറ്റംസും കണ്ടതെന്ന് പറഞ്ഞാൽ ലീവിങ് ഏജൻസിൻ്റെ പ്രവർത്തനം മൂലം രോഗമുണ്ടാകുമ്പോൾ കാണിക്കുന്ന സിംറ്റംസാണ്. ഇനി ഇതല്ലാതെ തന്നെ ഇനാനിമേറ്റ് ആയിട്ടുള്ള പാത്തോജൻസ് മൂലം കുറേ അസുഖങ്ങൾ പ്ലാന്റ്സിൽ വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ സിംറ്റംസ് നോക്കാം. ആദ്യം നമ്മൾ പറയുന്നത് ഹൈപ്പർ ട്രോഫി എന്ന് പറഞ്ഞാൽ ഓവർ ഗ്രോത്ത്. അതായത് ഒരു പ്ലാന്റിൻ്റെ ഓർഗൻ അബ്നോർമൽ ഗ്രോത്തിലേക്ക് മാറുന്നതിനെയാണ് നമ്മൾ ഹൈപ്പർ ട്രോഫി എന്ന് പറയുന്നത്. എട്രോഫി എന്ന് പറയുന്നത് ഹൈപ്പർ ട്രോഫിയുടെ നേരെ ഓപ്പോസിറ്റാണ്. അതായത് ഡീജനറേഷൻ ഓഫ് സെൽസ് ആൻഡ് ഓർഗൻസ്. പ്ലാന്റിൻ്റെ സെൽസിനും ഓർഗൻസിനും ഡീജനറേഷൻ സംഭവിക്കുന്നതാണ് അട്രോഫി എന്ന് പറയുന്നത്. ഇനി നെക്രോസിസ് എന്ന് പറയുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്രോസിസ് എന്ന് പറഞ്ഞാൽ ഇസ് ദ ഡെത്ത് ഓഫ് ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ് ഡ്യൂ ടു പാരസൈറ്റിക് ആക്ടിവിറ്റി. പാരസൈറ്റിക് ആക്ടിവിറ്റി നടക്കുന്നത് മൂലം ടിഷ്യൂസും ഓർഗൻസും ഒക്കെ ഡെഡായി പോകുന്ന ആ ഒരു കണ്ടീഷനാണ് നെക്രോസിസ് എന്ന് പറയുന്നത്. അതിനുശേഷം ഉള്ളതാണ് വിൽറ്റിംഗ് എന്ന് പറയുന്നത്. വിൽറ്റിംഗ് ഒരു ചെടിയുടെ റിജിഡിറ്റി നഷ്ടപ്പെടുന്ന മൂലം അതിങ്ങനെ തളർന്ന് വാടിക്കിടക്കുന്ന ആ ഒരു അവസ്ഥയാണ് വിൽറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഡൈ ബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റ്സിൻ്റെ ടിപ്പിൽ നിന്നും ബാക്ക്വേർഡിലേക്ക് പ്ലാന്റിൻ്റെ ഓർഗൻസ് അല്ലെങ്കിൽ സെൽസ് എല്ലാം ഡൈ ആയി പോകുന്നതാണ് ഡൈ ബാക്ക് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഈ ലീഫിൻ്റെ അഗ്രഭാഗം, സ്റ്റെമ്മിൻ്റെ അഗ്രഭാഗമൊക്കെയാണ് ഈ ഒരു ഡൈ ബാക്കിന് വിധേയമായി തീരുന്നത്. ഇനി നമുക്ക് കുറച്ച് കോമൺ ആയിട്ട് PSC ചോദിച്ചിട്ടുള്ള കുറച്ച് ഡിസീസുകൾ നോക്കാം. സാധാരണയായിട്ട് ഏതൊരു PSCയുടെ എക്സാമുകളിലും സയൻസിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യനിൽ ഒരു ഡിസീസ് വരാറുണ്ട്. കുരുമുളകിൻ്റെ ദ്രുതവാട്ടം. ഒന്നെങ്കിൽ ദ്രുതവാട്ടം ഏത് വിളയാണ് ബാധിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് ഓരോ പോയിൻറ്റ്സ് നോക്കാം. ഇനി ബ്രൗൺ സ്പോട്ട് ഡിസീസ് ഓഫ് റൈസിൽ കാണപ്പെടുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഡിസീസാണ് ബ്രൗൺ സ്പോട്ട് ഡിസീസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബാക്ടീരിയൽ ബ്ലൈറ്റ് പറഞ്ഞ പോലെ തന്നെ അത് എന്താണ് ബാക്ടീരിയൽ ഡിസീസാണത്. ഇത് ബ്രൗൺ സ്പോട്ട് എന്ന് പറയുന്നത് എന്താണ് റൈസിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫംഗൽ ഡിസീസാണ്. അതിൻ്റെ രോഗകാരിയുടെ പേരാണ്
ഹെൽമിന്തോസ്പോറിയ ഒറൈസെ എന്ന് പറയുന്നത്. ഇനി അടുത്തത് റബ്ബറിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസീസാണ് പൗഡറി മൈൽഡ്യൂ എന്ന് പറയും. ഇതൊരു ഫംഗൽ ഡിസീസാണ്. ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന രോഗകാരിയാണ് ഒയിഡിയം ഹേവിയ എന്ന് പറയുന്നു. ഇനി അടുത്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതൊരു എക്സാമിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ക്വിക്ക് വിൽറ്റ് ഡിസീസ് ഓഫ് പെപ്പർ, അല്ലെങ്കിൽ ഫുഡ് റൂട്ട് എന്ന് പറയും. ദ്രുതവാട്ടം എന്ന് പറയുന്നത് അത് റൂട്ട് ചീഞ്ഞ് നശിച്ചു പോകുന്നതാണ്. ഇതൊരു ഫംഗൽ ഡിസീസാണ്. അതിന് കാരണമായി തീരുന്ന ഫൈറ്റോഫ്തോറ പാൽമിവോറ എന്ന് പറയുന്ന ഫംഗസാണ്. ഇനി കോക്കനട്ടിനെ ബാധിക്കുന്ന ഒരു ഡിസീസാണ് മഹാളി എന്ന് പറയുന്നത്. ഇതും PSC ഏത് എക്സാമിനും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് മഹാളി, അല്ലെങ്കിൽ ഫ്രൂട്ട് റോട്ട് എന്ന് പറയും. ഫീമെയിൽ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ഇമ്മച്വർ നട്ട്സൊക്കെ ഷെഡ് ചെയ്യുന്നതാണ്, മെച്വർ ആകാതെ നശിച്ച് താഴെ വീണ് പോകുന്നതാണ് മഹാളി അല്ലെങ്കിൽ ഫ്രൂട്ട് റോട്ട് എന്ന് പറയുന്നത്. ഇതും ഒരു ഫംഗൽ ഡിസീസാണ്. ഇതിൻ്റെ കോസേറ്റീവ് എന്ന് പറയുന്നത് ഫൈറ്റോഫ്തോറ പാൽമിയോറ തന്നെയാണ്. ഇനി ടീനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസീസാണ് റെഡ് റസ്റ്റ്. നമ്മൾ നേരത്തെ റസ്റ്റ് പറഞ്ഞപ്പോഴേക്കും എന്തിൻ്റെ സിംറ്റമായിട്ടാണ് പറഞ്ഞത്? സാധാരണ ഒരു ഫംഗൽ ഡിസീസിൻ്റെ സിംറ്റമായിട്ടാണ് പറഞ്ഞത്. പക്ഷേ ടീയിൽ റെഡ് റസ്റ്റ് ഉണ്ടാവാനുള്ള കാരണമെന്ന് പറയുന്നത് ഗ്രീൻ ആൽഗയാണ്. ഗ്രീൻ ആൽഗയാണ് ടീയിൽ ഈ ഒരു അസുഖം ഉണ്ടാക്കുന്നത്. അത് ഓർത്ത് വയ്ക്കുക. ഇനി ഒരു ക്വസ്റ്റ്യനാണ്, ദ ഫാക്ടർ വിച്ച് ആർ മോസ്റ്റ് റെസ്പോൺസിബിൾ ഫോർ ഡിസീസ് ഇൻ പ്ലാന്റ് ഈസ്. പ്ലാന്റ് ഡിസീസ് ഉണ്ടാക്കാൻ പല രോഗകാരികൾ, എന്നാലും ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിൾ ആയിരിക്കുന്ന ഏത് വിഭാഗത്തിനാണെന്ന്? ഫംഗിയാണ്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്ലാന്റ് ഡിസീസ് എന്ന് പറയുന്നത് ഫംഗസ് ഡിസീസാണ്. ഫംഗിയുടെ ആക്ടിവിറ്റി മൂലമായിരിക്കും ഏറ്റവും കൂടുതൽ അസുഖം ഉണ്ടാകുന്നത്. പിന്നെ ഈ ഒരു അസുഖം ഇങ്ങനെ ഉണ്ടാകുന്നത് എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം? അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിളും ആണ് ബയോടെക്നോളജിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്. ബൈ ക്രോസ് ബ്രീഡിംഗ് വിത്ത് വൈൽഡ് വെറൈറ്റി. വൈൽഡ് വെറൈറ്റിയുടെ ക്രോസ് ബ്രീഡിംഗ് വഴി നമുക്ക് ഈ ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പുതിയ ഇനം പ്ലാന്റ്സിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് പ്ലാന്റ് പാത്തോളജിയുമായി ബന്ധപ്പെട്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്